അപ്പച്ചിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥികള് ക്ഷമിക്കണം. ഹരിതേ, മനോജിന്റെ ഭാര്യയായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇനി ഒരു വിവാഹബന്ധം നടക്കില്ല. എന്നാ പിന്നെ പോവല്ലേ? ഇതിനായിരുന്നോ എന്നെ കെട്ടി ഒരുക്കിക്കൊണ്ട് വന്നത്? നാണം കെട്ട ഏർപ്പാട്. ആനന്ദവല്യമ്മയുടെ ആജ്ഞാശക്തിയുടെ മൊത്തം മനസ്സിലായി. കഷ്ടം. ഒരു താലിക്ക് മീതെ മറ്റൊരു താലി കൂടി കെട്ടേണ്ട ഗതികൾ ഒഴിവായി. ആശ്വാസം. അല്ലെങ്കിൽ താലികൾ തമ്മിലെ പുരുങ്ങിയേനെ. എന്നോടിത് വേണ്ടായിരുന്നു ആനന്ദവല്ലി. ആടാ കർണാര. എന്റെ തീരുമാനത്തിൽ ഇടപെട്ട് അപമാനിക്കാൻ നീ ആരാടി? കുടുംബം തൊലയ്ക്കാൻ വന്ന അട്ടിപ്പേർ കിടക്കുന്ന ശാപം പിടിച്ച പുഴുത്ത ജന്മം. നിന്നെ ഞാൻ വേണ്ട. ഒരു സത്യം വെളിപ്പെടുത്തി ഈ കുടുംബത്തിന്റെ മാനം കാത്തവള വന്ദന. കുടുംബം തൊലയ്ക്കാൻ വന്നവളുടെ പ്രവൃത്തിയല്ല, ഈ കുടുംബം രക്ഷിക്കാൻ വന്നവളുടെ സത്യസന്ധതയാണ്. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട പച്ചി. വന്ദനമ്മേ. മുടിയാൻ നേരത്തുണ്ടായ അസുരവിത്ത്. നിന്നെ നിന്റെ അമ്മച്ചെ ഇവിടെ അധികാലം വാഴിക്കില്ലടി. ഒരെണ്ണം വെച്ചതാണല്ലോ എങ്ങാണ്ട് കിടന്ന കിഴങ്ങൻ. ഭാനുമതിയാണല്ലോ. കല്യാണ പരിപാടി പൊളിഞ്ഞ് പിണങ്ങിപ്പോയവൾ എന്തിനാണാവോ വിളിക്കുന്നത്? ഹലോ ഭാനുമതി. ആനന്ദവല്ലി ഫോൺ എടുക്കുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാനാ? നിന്നെയും കുടുംബത്തെയും ക്ഷണിച്ചു വരുത്തി നാണം കെടുത്തി പറഞ്ഞയക്കേണ്ടി വന്നില്ലേ? അതോർത്തപ്പോ എനിക്ക് ഉറക്കം വന്നില്ല ഭാനുമതി. അതോർത്താണോ ഉറക്കം കളയുന്നത്? ആനന്ദവല്ലി ഒന്നും ചെയ്തില്ലല്ലോ. വന്ദൻ എന്ന അഴിഞ്ഞാട്ടക്കാരിയല്ലേ എല്ലാം നശിപ്പിച്ചത്. ആനന്ദവല്ലിയെ പോലെ ഉന്നത നിലയിൽ കഴിയുന്ന ഒരു വ്യക്തി ഒന്നുമില്ലാത്ത അവളുടെ മുന്നിൽ കൊച്ചായപ്പോ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായി. അവക്കിട്ടൊരു പണി കൊടുക്കുന്നതിനെ പറ്റിയാ ഞാനിപ്പോ ആലോചിക്കുന്നേ. ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. പക്ഷെ എന്തു പണി, എങ്ങനെ എപ്പോ കൊടുക്കുമെന്നറിയില്ല. അവിടെ നടന്ന കാര്യങ്ങളൊന്നും എനിക്കോ എന്റെ ബന്ധുക്കൾക്കോ ഒരു പ്രശ്നമേ അല്ല. ആനന്ദവല്ലി തയ്യാറാണെങ്കിൽ എന്റെ മോനെ കൊണ്ട് ഹരിതയെ വിവാഹം കഴിപ്പിക്കാൻ എനിക്കിപ്പോഴും സമ്മതമാണ്. നരേന്ദ്രനും സമ്മതം. സത്യാണോ ഭാനുമതി നീ പറയുന്നേ? സത്യം. ആനന്ദവല്ലി എന്റെ ഉറ്റ ചങ്ങാതിയല്ലേ. വന്ദന എന്ന 7ാം കൂലിയുടെ മുന്നില് ആനന്ദവല്ലിയുടെ അഭിമാനം രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ. അതിന് വേണ്ടത് എന്റെ മോനെയാണെങ്കിൽ അവനെ വിട്ടു തന്നേക്കാം. എന്തു പറയുന്നു? എനിക്ക് 100 വട്ടം സമ്മതമാണ് ഭാനു. പക്ഷെ കുറുപ്പിനെ സുമലതയും ബന്ധുക്കളെയും കൂട്ടി നേരായ മാർഗത്തിലൂടെ ആ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല. വളഞ്ഞ വഴി തന്നെ നോക്കാം. നോക്കിക്കോ. ഏത് പൊല്ലാപ്പ് പിടിച്ച വഴിയാണെങ്കിലും ഞാൻ ആനന്ദവല്ലിക്കൊപ്പം ഉണ്ട്. മിടുക്കി നീയാണടി സുഹൃത്ത്.
എന്നിട്ട് ഹരിതയുടെ കഴുത്തിൽ താലിച്ചരട് മുറുക്കി കെട്ടി വലിച്ചു കൊണ്ടുപോക്കണം. ഓക്കെ? ഓക്കെ. എന്താ അപ്പച്ചി? ഹരിതയ്ക്ക് ഭാനുമതിയുടെ മോന്റെ വിവാഹാലോചന വീണ്ടും വന്നിട്ടുണ്ട്. നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചത്? ഭാനുമതി വിളിച്ചിട്ട് ഫോൺ ഇപ്പൊ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. ഹരിതയും നരേന്ദ്രനും തമ്മിലുള്ള വിവാഹം നമുക്ക് നടത്തിയിരിക്കണം. അതിനുവേണ്ടിയുള്ള സഹായങ്ങളൊക്കെ നീ എനിക്ക് ചെയ്തു തരണം. അപ്പച്ചി ആവശ്യപ്പെടുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തിരിക്കും. കാൽ കാശിന് വകയില്ലാത്ത മനോജിനെയും വന്ദന എന്ന മാരണത്തെയും ഇവിടെ നിന്ന് തുരത്തി തന്നാ മാത്രം മതി. തുരത്തുവടി. ഈ ആനന്ദവല്ലി വിചാരിച്ച അസാധ്യമായതായിട്ടൊന്നുമില്ല. അറിയാം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ?